ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമുക്കുള്ള സബ്ജക്റ്റുകൾ അതുപോലെ തന്നെ മാർക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ്. ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഈ ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻ, ക്വസ്റ്റ്യൻ ടാഗ് അതുപോലത്തെ ക്വസ്റ്റ്യനും പ്ലസ് 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ടായിരിക്കും. ആ പാരഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് 10 മാർക്ക് ചോദിക്കുന്നത്. രണ്ട്, നമ്മൾ പോളിടെക്നിക്കുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാത്സ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ മാത്സിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏകദേശം 20 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് 2 മോഡ്യൂളിൽ നിന്നായിട്ട് 5 അതോടൊപ്പം തന്നെ അടുത്ത 3 മോഡ്യൂളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാക്കി 10 മാർക്കിനായിരിക്കും അവിടെ ചോദിക്കുന്നത്. അതെന്ന് പറയുന്നത് 4-3 ഈ ഒരു റേഷ്യോയിലായിരിക്കും, അല്ലെങ്കിൽ 4-4-2 ഈ ഒരു റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും 20 ക്വസ്റ്റ്യൻസ് കിട്ടും. പരമാവധി മാത്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളും ഫസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി ഒരു 10 മാർക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു 2 സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മൂന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം 15 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും നിങ്ങൾക്ക് ചോദിക്കും. ഈ 15 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5 യൂണിറ്റുകളാണുള്ളത്. ആ 5 യൂണിറ്റും ഈക്വൽ ആയിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 15 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അതോടെ പിന്നെ വരുന്നത് നമ്മൾ ഓരോ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ് സബ്ജക്റ്റ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ട്രിപ്പിളിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യും 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആകെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് 8 സബ്ജക്റ്റുകളാണ് നമുക്ക് വരുന്നത്. 8 സബ്ജക്റ്റിൽ നിന്നായിട്ട് നമുക്ക് വരുന്ന മാർക്ക് 120 മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. 1 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു ആൻസർ നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തില്ല, നെഗറ്റീവ് ഇല്ല. അപ്പോൾ 120 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ മൂന്നാമത് ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനകത്തുള്ള ആൻസർ ഷീറ്റിൽ ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക, അത് കൊടുത്തിട്ട് വരിക. ഓക്കെ, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും ആൻസേഴ്സ് തെറ്റിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് പോകത്തില്ല. അപ്പോൾ നമ്മുടെ സയൻസ് ടെക്കിൽ 5 വർഷമായിട്ട് നമ്മുടെ ബിടെക്കിൻ്റെ ലെറ്റിൻ്റെ കോച്ചിങ് ഓൺലൈനായിട്ട് നമ്മൾ കേരളത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സയൻസ് ടെക് ലേണിംഗ് ആപ്പാണ്. സയൻസ് ടെക് ലേണിംഗ് ആപ്പ് പോളിടെക്നിക്കിൻ്റെ സബ്ജക്ട്സുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ പോളി ടു ബിടെക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. നിലവിൽ പ്രിന്റഡ് കോപ്പി നിലവിൽ അവൈലബിൾ അല്ല, ഫ്ലിപ്കാർട്ടിലും അല്ലാതെയും. നിലവിൽ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം നിങ്ങൾക്ക് അവൈലബിൾ ആയി വരുന്നതെന്ന് പറയുന്ന ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് 500 ആണ് വരുന്നത്. അതിനകത്ത് ഇതിന്റെ ഇ ബുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2500ഓളം ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് 1000ന്റെ ആണ്. അത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. അതിൽ വരുന്നത് 2500 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് പ്രീവിയസ് ഇയറിലെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സും. അതോടൊപ്പം ഈ 2500 ക്വസ്റ്റ്യൻസ് ഈ ബുക്കിലുള്ള ഈ 2500 ക്വസ്റ്റ്യൻസ് മാത്സ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ 4 ഓപ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് നമ്മൾ 1000 രൂപയ്ക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2500 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഡെയിലി ഒരു 4 മുതൽ 5 മണിക്കൂറൊക്കെ പഠിക്കാം, 3 മുതൽ 5 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട് എങ്കിൽ ഈ സബ്ജക്റ്റുകൾ ഏകദേശം ഇംഗ്ലീഷ് 5 മണിക്കൂർ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 10 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഡീറ്റെയിൽ എല്ലാം കിട്ടും. അതിൽ ഏകദേശം പോളി ടു ബിടെക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവൈലബിൾ ആണ്. അതുപോലെ മാത്സ് നിങ്ങൾക്ക് 2 രീതിയിൽ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഈ ക്രാഷ് കോഴ്സ് എടുത്തുള്ള ഗുണം എന്ന് പറയുന്നത് ഫുൾ സിലബസിന്റെ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ് കിട്ടും.
മുന്നേ ജൂൺ മുതലൊക്കെ പഠിപ്പിച്ച നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് സെക്ഷൻ ക്ലാസ് കിട്ടും. ഈ പോളി ടു ബിടെക് എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ബാങ്കിനകത്തുള്ള ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ക്ലാസ് കിട്ടും. അതിൽ 2500 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും ഈ 2500 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഓപ്ഷൻസും അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. അത് ഉൾപ്പെടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ടൈം കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് നോക്കണേ, 1000-ന്റെ കോഴ്സ് നോക്കാം. അല്ല, നമുക്ക് കുറച്ച് വേറെ കോച്ചിങ് ഒക്കെ പോയി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള നിലയിലാണ് എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ 500-ന്റെ കോഴ്സ് ഇൻ കേസ് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മാർക്കും ഉണ്ട് എങ്കിൽ സയൻസ് ടെക്കിന്റെ സ്കോളർഷിപ്പ് സ്കീമുണ്ട്. ആ ഒരു സ്കീം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സയൻസ് ടെക്കിന്റെ ലേണിംഗ് ആപ്പിലും അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ഇതിന് വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. ജസ്റ്റ് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈവ് ക്ലാസ്, ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സിന്റെ ലിങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതിൽ ജസ്റ്റ് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ കോളേജ്, ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൽ മെൻഷൻ ചെയ്തിട്ട് ജസ്റ്റ് ഈ കാണുന്ന ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ബിടെക്കിന് പോകുന്ന ഉൾപ്പെടെയുള്ള ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, യൂസ്ഫുൾ ആവുന്ന ഫുൾ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അപ്ഡേറ്റ് തരുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.